മോട്ടീവ് ലാബ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ എടുത്തത് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് അല്ലേ. സൊല്യൂഷൻസ് മനസ്സിലായോ? നമ്മൾ ഇന്ന് രാവിലെ ഒരു ദിനം തുടങ്ങുന്നത് തന്നെ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. ചായ കുടിച്ചിട്ടാണ് നമ്മുടെ ദിനം തുടങ്ങാറുള്ളത്, സൊല്യൂഷനാണ്. അപ്പോൾ സൊല്യൂഷൻ ചായ കുടിക്കാൻ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായോ? ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചപ്പോഴോ അല്ലെങ്കിൽ നോക്കിയപ്പോഴോ കണ്ടപ്പോഴോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായോ? അങ്ങനെ ഉണ്ടാകണം, അപ്പോഴാണ് ഒരു രസം ഉണ്ടാകുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ബൈനറി സൊല്യൂഷൻ മതി എന്നൊക്കെ നമ്മൾ നമ്മുടെ വീട്ടുകാരോടൊക്കെ പറയുമ്പോൾ അവർ കൂടി അറിഞ്ഞിരിക്കട്ടെ നമ്മൾ കെമിസ്ട്രിയാണ് പഠിക്കുന്നത് എന്നുള്ളത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നലെ പഠിച്ച സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുറേ ടേംസ് പഠിച്ചു അല്ലേ. 7ഓളം ടേംസ് നമ്മൾ പഠിച്ചു. അതിൻ്റെ ബേസിലുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. വളരെ കുറച്ച് പ്രോബ്ലംസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ആൻസറുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ്, ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രോബ്ലംസാണ് ഈ എപ്പിസോഡിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് ആദ്യത്തെ ഞാൻ പറഞ്ഞു, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്ത് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്ന് എടുക്കും, +1 പഠിച്ച കുറച്ച് കാര്യങ്ങൾ ഓർത്തെടുക്കേണ്ടി വരും. അതുകൂടി അറിയാമെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ C2H6O2 ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 20% ഓഫ് C2H6O2 ബൈ മാസ്. ഇതിനകത്ത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദി മോൾ ഫ്രാക്ഷൻ. എത്തിലീൻ ഗ്ലൈക്കോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് എത്തിലീൻ ഗ്ലൈക്കോൾ കൊണ്ട്. അതിൽ മാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. 20% ഓഫ് ആണ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മാസ് പെർസെൻറ്റേജ്. അപ്പോൾ 2 കമ്പോണൻ്റാണ് അവിടെ ഉള്ളത്. അല്ലെങ്കിൽ സോല്യൂട്ട് എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. എത്തിലീൻ ഗ്ലൈക്കോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്താണ്? ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്കൊരു കാര്യം പറയാം അല്ലേ. 20% എന്ന് പറഞ്ഞാൽ ബൈ മാസ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ 100% എടുക്കുകയാണെങ്കിൽ അതിന് 20% ഓർ 100 ഗ്രാം നമ്മൾ സൊല്യൂഷൻ എടുക്കുകയാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എത്തിലീൻ ഗ്ലൈക്കോൾ അതിൽ 20 ഗ്രാം ഉണ്ട് എന്ന് പറയാൻ പറ്റും. അതാണല്ലോ മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 20% മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 20 ഗ്രാം എന്തായിരിക്കും? എത്തിലീൻ ഗ്ലൈക്കോൾ ആയിരിക്കും. ബാക്കി എന്തായിരിക്കും? ബാക്കി വാട്ടർ ആയിരിക്കും. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 100 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് എഴുതാനായിട്ട് കഴിയും. ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? 20 ഗ്രാം നമുക്ക് ഈ 100ന് പകരം ഏത് വേണമെങ്കിലും എടുക്കാം. അതനുസരിച്ച് എന്ത് വരും? ഇപ്പോൾ 1000 എടുക്കുന്നതെങ്കിൽ അതിൽ എത്ര ഗ്രാം എത്തിലീൻ ഗ്ലൈക്കോൾ ഉണ്ടാവും? 200 ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 100 ഗ്രാം സിമ്പിളായിട്ട് നമ്മൾ 100 ഗ്രാം എടുത്താൽ, അല്ലെങ്കിൽ 100 പാർട്സ് എടുത്താൽ 20 പാർട്സ് എന്താണ്? എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? 100 ഗ്രാം എടുക്കുന്നു. 100 ഗ്രാം എടുത്താൽ അതിൽ എത്തിലീൻ ഗ്ലൈക്കോൾ 20 ഗ്രാം ആണ്. എത്തിലീൻ ഗ്ലൈക്കോൾ 20 ഗ്രാം ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റ്, അല്ലെങ്കിൽ 2 ബൈനറി സൊല്യൂഷൻ ആണല്ലോ, എത്തിലീൻ ഗ്ലൈക്കോൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്തതാണ്. അപ്പോൾ വാട്ടർ എത്ര ഉണ്ടാവും? വാട്ടറിൻ്റെ മാസ് അതിനകത്ത് 100 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇനി എങ്ങനെയാണ് മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? ക്വസ്റ്റ്യൻ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. മോൾ ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. XA is equal to NA divided by NA plus NB എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. XA is equal to NA plus NA divided by NA plus NB. Number of moles of first component divided by total number of moles of all the components എന്നാണ് പഠിച്ചത് അല്ലേ. മോൾ ഫ്രാക്ഷൻ ഓഫ് എ കമ്പോണൻറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദ കമ്പോണൻസ് എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ എയും ബിയും ഏതൊക്കെയാണ് ശരിക്കും? എ നമുക്ക് എത്തിലീൻ ഗ്ലൈക്കോൾ ആയിട്ട് എടുക്കാം, ബി നമുക്ക് വാട്ടർ ആയിട്ട് എടുക്കാം. എ എത്തിലീൻ ഗ്ലൈക്കോളും ബി വാട്ടർ ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? നോക്കൂ, ഇതിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ കണ്ടുപിടിക്കണം. എ കണ്ടുപിടിക്കണം അല്ലേ. എ കണ്ടുപിടിക്കാനായിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നുള്ളത്. ഈ ഇക്വേഷൻ നിങ്ങൾ +1 പഠിച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസിന് വേണ്ടതാണ്. ബേസിക് ഇക്വേഷനാണിത്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ നമ്മൾ എത്തിലീൻ ഗ്ലൈക്കോളിന് മാസും എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോളാർ മാസുമാണ് ഈ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ വേണ്ടത്. എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മാസ് എത്രയാണ്? മാസ് 20 ആണ്.
നമ്പർ ഓഫ് മോൾസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ മുകളിൽ മാസ് 20 എഴുതി. എവിടെ നിന്ന് കിട്ടി? നമ്മൾ നേരത്തെ പറഞ്ഞു 20% എന്ന് പറഞ്ഞാൽ അത് 20 ഗ്രാമായിട്ട് നമ്മൾ എടുത്തു. ഡിവൈഡഡ് ബൈ 62 ആണ് അതിൻ്റെ മോളാർ മാസ്. എങ്ങനെ കിട്ടി എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോളാർ മാസ്? ഇതും നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അറ്റോമിക് മാസുകൾ. മോളാർ മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ ഈസ് ഈക്വൽ ടു അതിനകത്തുള്ള എല്ലാ ആറ്റത്തിൻ്റെയും അറ്റോമിക് മാസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാർബൺ 12 ഇൻറ്റു എത്ര കാർബൺ ഉണ്ട്? 2 ഉണ്ട്. പ്ലസ് ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് മാസ് ഇൻറ്റു എത്ര ഹൈഡ്രജൻ ഉണ്ട്? 6 പ്ലസ് ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ്. എത്ര എണ്ണം ഉണ്ട്? 2 ഓക്സിജൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? നമുക്ക് 62 എന്ന് കിട്ടും. അപ്പോൾ മോളാർ മാസ് ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ 60 ആണ്. അതാണ് നമ്മൾ മുകളിൽ 20/62 എന്ന് എഴുതിയിരിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടും? 0.322 മോൾ എന്ന് കിട്ടും. സോ അതാണ് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സെയിം ഇക്വേഷൻ ആണ്. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. വാട്ടറിൻ്റെ മാസ് എത്രയാണ്? 100ൽ 20% എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്, ബാക്കി വാട്ടർ ആണ്. മീൻസ് 80 ഗ്രാം ആണ് അല്ലേ? അപ്പോൾ മുകളിൽ 80 വന്നു. ഡിവൈഡഡ് ബൈ 18 ഗ്രാം പെർ മോൾ ആണ് അതിൻ്റെ മോളാർ മാസ്. അത് എങ്ങനെയാണ് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന? സെയിം ഇക്വേഷൻ ആണ്. മോളാർ മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു ഹൈഡ്രജൻ 1 ആണ് അറ്റോമിക് മാസ് ഇൻറ്റു 2 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 16 ആണ്. ടോട്ടൽ എത്ര വരും? 18 കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്കിവിടെ രണ്ട് കമ്പോണൻറ്റിൻ്റെയും നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ഈ ഇക്വേഷനിലേക്ക് വന്ന മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ XA is equal to NA divided by NA plus NB എന്ന് കിട്ടും അല്ലേ? ഇതിനകത്ത് നമ്മൾ NA ഞാൻ പറഞ്ഞു NC2H6O2 ആണ്. N എത്തിലീൻ ഗ്ലൈക്കോൾ ആണ്. B എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. സോ NB എന്ന് പറഞ്ഞാൽ NH2O ആണ്. രണ്ടിൻ്റെയും വാല്യൂസ് റൈറ്റ് സൈഡിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. NA അല്ലെങ്കിൽ NC2H2H6O2 NB എന്ന് പറഞ്ഞാൽ NH2O അതിൻ്റെ വാല്യൂസ് എത്ര വീതം കിട്ടിയിട്ടുണ്ട്? 0.322 മോൾ എന്ന് കിട്ടിയിട്ടുണ്ട്. 4.444 മോൾ എന്നും കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. എക്ക് പകരം നമ്മൾ മോൾ ഫ്രാക്ഷൻ ഓഫ് C2H6O2 is equal to number of moles of ethylene glycol divided by number of moles of ethylene glycol plus number of moles of water. That is equal to അവിടെ തന്നിട്ടുണ്ടല്ലോ number of moles of ethylene glycol ഉണ്ട് ഇവിടെ, number of moles of water ഉണ്ട് ഇവിടെ. ആ രണ്ട് വാല്യൂസ് 0.322 അതുപോലെ തന്നെ 4.44 എന്നുള്ള വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും 0.068. ഇതിന് യൂണിറ്റ് ഇല്ല, ഇതൊരു മോൾ ഫ്രാക്ഷൻ ആണ്, ഒരു വാല്യൂ ആണ്. ഈ വാല്യൂ ആണ് ഇവിടെ എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ എന്നായിരുന്നു. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ നേരത്തെ വേറൊരു ആംഗിളിൽ ചോദിച്ചെന്നിരിക്കട്ടെ, നിങ്ങളോട് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നതെങ്കിൽ, മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരുന്നെങ്കിലോ ഇതുപോലെ തന്നെ നിങ്ങൾ എഴുതിയാൽ മതി. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ മുകളിൽ എന്താവും? നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ ആവും. ഡിവൈഡഡ് ബൈ താഴത്തെ എന്താണ്? ടോട്ടൽ. നേരത്തെ എഴുതിയ പോലെ തന്നെ ടോട്ടൽ വരും അല്ലേ? ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാണല്ലേ, അത് എല്ലാം സെയിം ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് എത്തിലീൻ ഗ്ലൈക്കോളിൻ്റെ നമ്മൾ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ നമ്മൾ വാട്ടറിൻ്റെ കണ്ടുപിടിച്ചു. നമുക്ക് ആൻസർ കിട്ടിയതാണ് 0.322 ആൻഡ് 4.444 എന്നുള്ളത് കിട്ടിയതാണ്. അതിവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 0.932 എന്ന് കിട്ടും. ഇതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ. മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ. അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ആണ് ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ. ശരിക്കും ഫസ്റ്റ് കമ്പോണൻറ്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതല്ല ഇനി വാട്ടർ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ ശരിക്കും രണ്ട് കമ്പോണൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ എത്ര കമ്പോണൻസ് ഉണ്ടോ ആ കമ്പോണൻസിൻ്റെയൊക്കെ മോൾ ഫ്രാക്ഷൻ്റെ സം എപ്പോഴും 1 ആയിരിക്കും. ഇവിടെ നമുക്ക് നോക്കാൻ വേണമെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് വാട്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ രണ്ട് ആൻസറുകൾ തമ്മിൽ കൂട്ടിയാൽ നേരത്തെ കിട്ടിയ 0.068 ആണ്, ഇപ്പോൾ കിട്ടിയ 0.932 ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. അപ്പോൾ ബൈനറി കമ്പോണൻസ് ആണെങ്കിൽ രണ്ട് കമ്പോണൻസിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്താൽ 1 ആയിരിക്കും. ഇനി 3 കമ്പോണൻസ് ഉണ്ടെങ്കിൽ ആ മൂന്നിൻ്റെയും മോൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്താൽ 1 ആയിരിക്കും. അപ്പോൾ 1 ആണ് എന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരെണ്ണത്തിൻ്റെ കിട്ടിയാൽ ആ വാല്യൂവിനെ 1ൽ നിന്ന് കുറച്ചാൽ രണ്ടാമത്തതിൻ്റെ കിട്ടും എന്നുള്ളത് വേണമെങ്കിൽ ഒരു ജനറൽ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇതാണ്
മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. ആ നമ്പർ ഓഫ് മോൾസ് പിന്നെ ക്വസ്റ്റ്യനിലെ ഡേറ്റയിൽ നിന്ന് കണ്ടുപിടിക്കാനുള്ള വഴി നോക്കണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിനകത്ത് റൈറ്റ് സൈഡിൽ കാണുന്ന ഈ മാസ് ഓഫ് പിന്നെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള മെത്തേഡും ഒക്കെ നിങ്ങൾ +1 പഠിച്ചതാണ്. അതുവഴി കണ്ടുപിടിക്കപ്പെടുന്ന ഡേറ്റ എന്ത് ചെയ്താൽ മതി, വാല്യൂസ് നമ്മൾ ഇക്കൊല്ലം പഠിച്ച ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് ഈ പ്രോബ്ലം. ഈ പ്രോബ്ലത്തിൻ്റെ തന്നെ മോഡലിൽ സെയിം ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഉണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ 2.2 ക്വസ്റ്റ്യൻ നമ്പർ 2.2 നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. Calculate the mole fraction of benzene in solution containing 30% by mass in carbon tetrachloride. ഇവിടെ ബെൻസീൻ ആണ് സൊല്യൂഷൻ, വാട്ടർ അല്ല. ഇവിടെ റിയേജന്റ് എന്താണ്, കാർബൺ സോല്യൂട്ട് എന്താണ്, കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. കാർബൺ ടെട്രാക്ലോറൈഡ് ആണ്. ഇവിടെ 20 അല്ല, അതിന് പകരം എന്താണ് 30% ആണ്. അപ്പോൾ 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 30 ഗ്രാം കാർബൺ ടെട്രാക്ലോറൈഡും 70 ഗ്രാം ബെൻസീനുമാണ്. 70 ഗ്രാം ബെൻസീനുമാണ് കണ്ടുപിടിക്കേണ്ടത്. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീനാണ്. അപ്പോൾ അത് നിങ്ങൾ എയും ബി ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെയിം മെത്തേഡാണ്, അതിൻ്റെ വാല്യൂസ് മാത്രമേ മാറുള്ളൂ. സെയിം മെത്തേഡ് അതൊന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇത് ഈസി ആയിട്ട് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോൾ ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 5 gram of sodium hydroxide in 450 ml solution. ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മൊളാരിറ്റിയാണ്. മൊളാരിറ്റി അത് സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് സൊല്യൂട്ട്, അതിൻ്റെ വെയിറ്റ് 5 gram ആണ്. മാസ് ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് 5 gram ആണ്. അതിൻ്റെ അളവ് 450 ml ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, മൊളാരിറ്റിയാണ്. മൊളാരിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ ഈ മുകളിലത്തെയും താഴത്തെയും രണ്ട് ഫാക്ടേഴ്സിന് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് കണ്ടുപിടിക്കണം. മോൾസ് ഓഫ് സോല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞത് തന്നെയാണ്. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. മാസ് ഇവിടെ സോല്യൂട്ട് ഏതാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ മാസ് എത്രയാണ്, ക്വസ്റ്റ്യനിലുണ്ട് 5 gram ആണ് അല്ലേ. 5 gram ആണ്. മോളാർ മാസ് സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ എങ്ങനെയാണ്, 40 ആണ്. എങ്ങനെ കിട്ടുമോ അത് 40 ആണെന്നുള്ളത്? അത് നമ്മൾ മോളാർ മാസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. അറ്റോമിക് മാസുകൾ കൂട്ടിയെടുക്കുമ്പോഴാണ് മോളാർ മാസ് കിട്ടുന്നത് അല്ലേ. സോഡിയത്തിൻ്റെ 23 ആണ്, പ്ലസ് ഓക്സിജൻ്റെ 16 ആണ്, പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണ്. അങ്ങനെ എത്ര കിട്ടും, നമുക്ക് 40 കിട്ടും. അത് മുകളിലത്തെ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്ന് പറഞ്ഞാൽ 5 divided by 40 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.125. ഇനി ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇക്വേഷൻ മൊളാരിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസും വേണം, പിന്നെ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻ ലിറ്റർ വേണം. പക്ഷേ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് 450 ml എന്നാണ് അല്ലേ. 450 ml എന്നാണ്, മില്ലി ലിറ്ററാണ്. അതിന് നമ്മൾ ലിറ്റർ ആക്കണം. എങ്ങനെയാണ് ലിറ്റർ ആക്കുന്നത്, അതിന് നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 450 ml-നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0.450 ലിറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസും കിട്ടി, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, വോളിയവും കിട്ടി. ഇനി അതെന്ത് ചെയ്താൽ മതി, ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സോല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ലിറ്റർ. വാല്യൂസ് രണ്ടും നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഉണ്ട് 0.125 ഡിവൈഡഡ് ബൈ വോളിയം നമ്മുടെ കയ്യിലുണ്ട് ഇൻ ലിറ്റർ 0.450. അത് വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, 0.278 മോളാർ എന്ന് കിട്ടും. മൊളാരിറ്റി എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചാണ്, ക്യാപിറ്റൽ ലെറ്റർ M ആണ് മോളാർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 0.278 മോൾ പെർ ലിറ്റർ എന്ന് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് എന്ന് വേണമെങ്കിൽ എഴുതാം, ലിറ്ററിന് പകരം. അത് ഏത് വേണമെങ്കിലും എഴുതാം. ജസ്റ്റ് ക്യാപിറ്റൽ M ഇട്ടാലും മതി. മൊളാരിറ്റിയുടെ യൂണിറ്റാണ് 0.278 മോളാർ എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് നമ്പർ ഓഫ് മോൾസും വോളിയവുമാണ് വേണ്ടത് മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ് മൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും.
മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കാൽക്കുലേറ്റ് ദി മൊളാലിറ്റി ഓഫ് 2.5 gram ഓഫ് എത്തനോയിക് ആസിഡ് CH3COH അസറ്റിക് ആസിഡ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് എത്തനോയിക് ആസിഡ് CH3COOH ഇൻ 75 gram ഓഫ് ബെൻസീൻ. ഇതിനകത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? മൊളാലിറ്റിയാണ്. എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? മൊളാലിറ്റിയാണ് അല്ലേ. മൊളാലിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓർ മോൾസ് ഓഫ് അസറ്റിക് ആസിഡ് ഓർ എത്തനോയിക് ആസിഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ബെൻസീൻ ഇൻ കിലോഗ്രാം. നേരത്തെ വോളിയം ഇൻ ലിറ്റർ ആയിരുന്നു താഴത്ത്. ഇവിടെ എന്താണ്? അത് മൊളാലിറ്റിയാണ് അല്ലേ. മൊളാലിറ്റിയുടെ കേസ് വരുമ്പോൾ മാസ് ഇൻ കിലോഗ്രാം ആണ് അല്ലേ. മാസ് ഇൻ കിലോഗ്രാം ആണ്. ഇവിടെ ഏതാണ് സോൾവെൻറ്റ്? ബെൻസീൻ ആണ് സോൾവെൻറ്റ്. അപ്പോൾ അതിൻ്റെ മാസ് കിലോഗ്രാമിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് വേണം നമ്മൾ ഇതൊക്കെ കണ്ടുപിടിക്കാൻ. തന്നിരിക്കുന്ന ഡേറ്റയിൽ 2.5 gram എത്തനോയിക് ആസിഡ് ആണല്ലേ. അപ്പോൾ മുകളിൽ നമ്പർ ഓഫ് മോൾസ് ആണ് വേണ്ടത്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തത് തന്നെയാണ്. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. ബെൻസോയിക് ആസിഡ് എത്തനോയിക് ആസിഡിൻ്റെ മാസ് എത്രയാണ്? 2.5 ആണ്. 2.5 ഡിവൈഡഡ് ബൈ 60 എന്ന് വെച്ചാൽ എന്താണ്? 60 എന്ന് വെച്ചാൽ മോളാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ് ആണ്. എത്തനോയിക് ആസിഡിൻ്റെ മോളാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കും? മോളാർ മാസ് ഓഫ് എത്തനോയിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ 1 ആണ് അല്ലേ. ഒരു കാർബൺ ഉള്ളത് 12 ആണ് അതിൻ്റെ അറ്റോമിക് മാസ്. സോ 12 പ്ലസ് ഹൈഡ്രജൻ 1 ആണ് 1 × 3 പ്ലസ് കാർബൺ അഗെയിൻ 12 പ്ലസ് ഓക്സിജൻ 2 എണ്ണം ഉണ്ട്. സോ ഒരു ഓക്സിജൻ്റെ അറ്റോമിക് മാസ് 16 ആണ് ഇൻറ്റു 2 പ്ലസ് ലാസ്റ്റ് ഒരു ഹൈഡ്രജൻ ഉണ്ട് 1. അത് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 60 gram/mol എന്ന് കിട്ടും അല്ലേ. അതാണ് അതിൻ്റെ മോളാർ മാസ്. അതാണ് നമ്മൾ മുകളിൽ ഇക്വേഷനിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ന്യൂമറേറ്റർ 2.5 ഡിനോമിനേറ്റർ എത്ര വരും? 60 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 0.0417 മോൾ എന്നുള്ളത് കിട്ടും. അതാണ് നമ്പർ ഓഫ് മോൾസ് അല്ലേ. നമ്പർ ഓഫ് മോൾസ്. ഇനി നമുക്ക് വേണ്ടത് മാസ് ഓഫ് ബെൻസീൻ ഇൻ കിലോഗ്രാം ആണ്. മാസ് ഓഫ് ബെൻസീൻ ഇൻ കിലോഗ്രാം ആണ് താഴത്ത് ഇക്വേഷനിൽ വേണ്ടത്. മാസ് തന്നിരിക്കുന്നത് എത്രയാണ്? 75 gram ആണ്. അപ്പോൾ അതിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ മില്ലി ലിറ്ററിനെ ലിറ്റർ ആക്കിയതുപോലെ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 75 ഡിവൈഡഡ് ബൈ 1000 എത്ര കിട്ടും? 75 × 10⁻³ കിലോഗ്രാം എന്ന് കിട്ടും. സോ ഈ നമുക്ക് മൊളാലിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിലെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടി അല്ലേ. നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ 0.417 ആണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75 × 10⁻³ ആണ്. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ 0.556 മോൾ പെർ കിലോഗ്രാം എന്ന് കിട്ടും. മോൾ പെർ കിലോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊളാലിറ്റി എന്ന് വിളിക്കുന്നത് അല്ലേ. മൊളാലിറ്റി ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? സ്മോൾ ലെറ്റർ എം ആണ്. മൊളാലിറ്റി ഏതായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ എം ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 0.556 മോളാൽ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. മോളാൽ. ഓക്കെ. അപ്പോൾ ഇത് രണ്ട് ക്വസ്റ്റ്യനും ഏകദേശം സിമിലർ ആണ്. ഒന്ന് മൊളാരിറ്റിയും ഒന്ന് മൊളാലിറ്റിയുമാണ്. മൊളാരിറ്റിയുടെ കേസിലാണ് എങ്കിൽ നമ്മൾ താഴത്ത് വോളിയം ഇൻ ലിറ്റർ ആണ്. മൊളാലിറ്റിയുടെ കേസിലാകുമ്പോഴത്തേക്കും മാസ് ഇൻ കിലോഗ്രാം ആണ് എന്നുള്ളത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ. ബാക്കിയെല്ലാം ഏകദേശം സെയിം ആണ്. ക്ലിയർ ആണല്ലോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സൊല്യൂഷൻസ്. രണ്ട് സൊല്യൂഷൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ, A 30 gram ഓഫ് CONO3 twice 6H2O in 4.3 liter of solution. B 30 ml of 0.5 molar H2SO4 diluted to 500 ml അല്ലേ. ഇതിൽ ഞാൻ A ആണ് എടുക്കുന്നത്. ഫസ്റ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്. A എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ് അല്ലേ. നേരത്തെ ചെയ്ത സ്റ്റെപ്പ് തന്നെ. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അല്ലേ. എയിൽ മാസ് എത്രയാണ്? 30 gram. ക്വസ്റ്റ്യൻ്റെ ആദ്യം തന്നെ ഉണ്ട് 30 gram ആണ്. ഡിവൈഡഡ് ബൈ 291. അതെവിടെ നിന്ന് കിട്ടി? 291. മോളാർ മാസ് ഓഫ് CONO3 twice 6H2O എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് അറ്റോമിക് മാസുകൾ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. കൊബാൾട്ട് 59 ആണ്, നൈട്രജൻ 14 ആണ്, ഓക്സിജൻ 16 ആണ്. അത് എത്ര എണ്ണം ഉണ്ട്? × 3
അത് 2 സ്പീഷീസ് ഉണ്ട്. സോ ഇൻറ്റു 2 പ്ലസ് 6 വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. സോ 6 ഇൻറ്റു വാട്ടർ മോളിക്യൂൾസിൽ ഹൈഡ്രജൻ 1 ഇൻറ്റു 2 പ്ലസ് 16 ടോട്ടൽ എത്ര വരും? അത് 291 വരും. അപ്പോൾ മോളാർ മാസ് നമുക്ക് എത്ര കിട്ടി? 291. അതാണ് നമ്മൾ അതിൻ്റെ താഴത്ത് എഴുതിയത്. അത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.103 എന്നത് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി ഇക്വേഷനിൽ താഴത്തുള്ളത് എന്താണ്? വോളിയം ആണ് അല്ലേ, സൊല്യൂഷൻ്റെ വോളിയം. അത് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്, ലിറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ. വോളിയം എത്രയാണ്? 4.3 എന്ന് ലിറ്ററിൽ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ഡയറക്റ്റ് തന്നിട്ടുണ്ട് ആ ഡേറ്റ. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസും കിട്ടി, വോളിയം കിട്ടി. അത് ഫസ്റ്റ് ഇക്വേഷനിലേക്ക് ആഡ് ചെയ്താൽ മതി. മൊളാരിറ്റിയുടെ ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ 0.103 ഡിവൈഡഡ് ബൈ 4.3 എന്നുള്ളത് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 0.023 മോളാർ എന്ന് കിട്ടും. മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ എമ്മിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വേണമെങ്കിൽ നമുക്ക് ഈ ആൻസറിനെ 0.023 മോൾ പെർ ലിറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. ഏത് യൂണിറ്റ് വേണമെങ്കിലും എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ എം എഴുതിയാലും അത് കറക്റ്റാണ്. അതാണ് മൊളാർ. അപ്പോൾ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാസ് തന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? 30 ml ഓഫ് 0.5 മോളാർ H2SO4 ഡൈലൂട്ടഡ് ടു 500 ml. നമ്മൾ 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് ആണുള്ളത്. അത് 30 ml എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? 500 ml വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 0.5 മോളാർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ 0.5 മോളാർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നമുക്കറിയാം, മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത് 0.5 മോളാർ സൾഫ്യൂരിക് ആസിഡ് എന്നുള്ളത് അതിനർത്ഥം എന്താണ്? മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഇൻ 1 ലിറ്റർ ആണ് അല്ലേ. സോ 1000 ml, 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ml 0.5 മോൾ ഉണ്ട് എന്നാണല്ലോ അതിനർത്ഥം. മൊളാരിറ്റിയുടെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ എന്നുള്ളതാണ് അല്ലേ. വോളിയം ഇൻ ലിറ്റർ എന്നുള്ള ഒരു ലിറ്ററിൽ എത്ര മോൾ ഉണ്ട് എന്ന്. സോ 0.5 മോളാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ലിറ്ററിൽ 0.5 മോൾ ഉണ്ട് എന്നാണ്. ഒരു ലിറ്റർ എന്ന് വെച്ചാൽ എത്രയാണ്? 1000 ml ആണല്ലേ. അപ്പം 1000 ml 0.5 മോൾ ഉണ്ട് എന്ന് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ മനസ്സിലാവും. പക്ഷേ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എത്ര എടുത്തിട്ടുള്ളൂ? 30 ml എടുത്തിട്ടുള്ളൂ എന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 1000 ml 0.5 മോളാണ് എങ്കിൽ 30 ml എത്ര മോളാണ് എന്നുള്ളതാണ്. അത് നമ്മൾ എക്സ് ആണ് എങ്കിൽ ആ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം അല്ലേ. 0.5 ഇൻറ്റു താഴത്തുള്ള 30 മോളിലേക്ക് വരും, ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 1000 എന്ന് കിട്ടും. അത് എത്ര കിട്ടും നമുക്ക്? അത് 0.015 മോൾ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നേരത്തെ എയിലായിരുന്നപ്പോഴത്തേക്കും മാസ് ഉള്ളതുകൊണ്ട് മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് മതിയായിരുന്നു. പക്ഷേ ഇവിടെ മാസ് ഒന്നും തരാത്ത കൊണ്ടിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് ഈ വഴിയാണ് സ്വീകരിക്കേണ്ടത്. 0.5 മോളാർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഒരു ലിറ്ററിൽ 0.5 മോളാർ ഉണ്ട് എന്നാണ്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ml ആണ്. 1000 ml 0.5 മോൾ ഉണ്ട് എങ്കിൽ 30 ml എത്ര മോൾ ഉണ്ട് എന്ന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ രണ്ടാമത്തെ ഫാക്ടർ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിനോമിനേറ്റർ ഏതാണ്? വോളിയമാണ് അല്ലേ. വോളിയം നമുക്കിവിടെ തന്നിട്ടുണ്ട് 500 ml ആണെന്നുള്ളത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് ലിറ്റർ ആക്കണം. 500 ml ലിറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ സാധാരണ ചെയ്യാറുള്ളത്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? 0.5 ലിറ്റർ എന്നുള്ളത് കിട്ടും. ഈ രണ്ട് ഡേറ്റാസും നമ്പർ ഓഫ് മോൾസും വോളിയവും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ മൊളാരിറ്റിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്ക് എന്ത് കിട്ടും? അവിടെ 0.03 മോളാർ എന്ന് കിട്ടും. ഇതാണ് ആൻസർ, 0.03 മോളാർ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോൾ പെർ ലിറ്റർ എന്നോ അല്ലെങ്കിൽ മോൾ പെർ ഡെസിമീറ്റർ ക്യൂബ് എന്നോ വേണമെങ്കിൽ മാറ്റി എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഗ്രാമാണ് തന്നിരിക്കുന്നത്, മീൻസ് വെയിറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് നേരിട്ട് ഈസി ആയിട്ട് കണ്ടുപിടിക്കുക. അതല്ല അതിനകത്ത് മാസ് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള വഴി എന്താണ് എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ക്ലിയർ അല്ലേ? അടുത്ത
അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ. യൂറിയയുടെ മോളിക്കുലർ ഫോർമുല NH2CONH2 ആണ്. റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 കിലോഗ്രാം ഓഫ് 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത, ഈ ചോദ്യത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാസ് ഓഫ് യൂറിയയാണ്. നമ്മൾ ഇതിന് മുമ്പുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തത് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷനുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ അതായത് മൊളാലിറ്റി, മോൾ ഫ്രാക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ചോദ്യത്തിൽ അതല്ല കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സോല്യൂട്ടിൻ്റെ മാസാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഡേറ്റ എന്തൊക്കെയാണ്? ഒന്ന്, മാസ് ഓഫ് സൊല്യൂഷൻ 2.5 കിലോഗ്രാം ആണെന്ന് തന്നിട്ടുണ്ട്. രണ്ടാമത്തത് മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 0.25 മോളാൽ എന്ന് തന്നിട്ടുണ്ട്. മൊളാലിറ്റി എന്താണ്? മൊളാലിറ്റി നമ്മൾ പഠിച്ചു. 1 കിലോഗ്രാം സൊല്യൂഷൻ എടുത്താൽ 1 കിലോഗ്രാം 1 കിലോഗ്രാം വെച്ച് എത്രയാണ്? 1000 ഗ്രാം ആണ്. 1000 ഗ്രാം എടുത്താൽ അതിൽ 0.25 മോൾ ഉണ്ട് എന്നാണ് മൊളാലിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലേ. മൊളാലിറ്റി ആണെങ്കിലോ 1000 ml ആണ്, 1 ലിറ്റർ ആണ്. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. അപ്പോൾ 1 കിലോഗ്രാം സൊല്യൂഷനിൽ 0.25 മോളാർ എന്ന് പറഞ്ഞാൽ 0.25 മോൾ ഉണ്ട് എന്നർത്ഥം. ഇവിടെ നമ്പർ ഓഫ് മോൾസ് നമുക്ക് ഉണ്ട്, 0.25 ആണെന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് മോൾസും മാസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നേരത്തെ ഉപയോഗപ്പെടുത്തുന്നതാണ്. നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ മാസ് കണ്ടുപിടിക്കുന്നു. മാസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. അത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ. മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് 0.25, മോളാർ മാസ് എത്രയാണ്? 60 ആണ്. അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് യൂറിയയുടെ എല്ലാ അറ്റോമിക് മാസുകളും ആഡ് ചെയ്താൽ മതി അല്ലേ. എത്ര കിട്ടും? ടോട്ടൽ 60 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. അപ്പോൾ 60 ഇൻറ്റു 0.25 എത്ര കിട്ടും? 15 ഗ്രാം ആണ്. അതായത് യൂറിയ 15 ഗ്രാം ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിലേക്ക്? 1000 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം സൊല്യൂഷനിലേക്ക് 15 ഗ്രാം എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? യൂറിയ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 പ്ലസ് 15 ഗ്രാം യൂറിയ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1015 ഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ മാസ് സൊല്യൂഷൻ്റെ എത്രയാണ്? 1015 ഗ്രാം ആണ്. അതിൽ 1000 വെള്ളവും അതിനകത്ത് 1000 ഗ്രാം വാട്ടറും അതിനകത്തേക്ക് 15 ഗ്രാം യൂറിയയുമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 2.5 കിലോഗ്രാം സൊല്യൂഷൻ ഉണ്ട് എന്നാണ് അല്ലേ. 2.5 കിലോഗ്രാം സൊല്യൂഷൻ ഉണ്ട് എന്നാണല്ലോ. 1015 ഗ്രാം സൊല്യൂഷനിൽ 15 ഗ്രാം യൂറിയയുണ്ട് എങ്കിൽ 1015 ഗ്രാം സൊല്യൂഷനിൽ 15 ഗ്രാം യൂറിയ ഉണ്ട് എങ്കിൽ 2500 അതായത് 2.5 കിലോഗ്രാം 2.5 കിലോഗ്രാം സൊല്യൂഷനിൽ എത്ര യൂറിയയുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണല്ലോ ക്വസ്റ്റ്യൻ അല്ലേ. 2.5 കിലോഗ്രാമിൽ എത്രയാണ് യൂറിയയുടെ മാസ് എന്നാണ്. 1015 ഗ്രാം എടുക്കുമ്പോൾ അതിൽ 15 ഗ്രാം യൂറിയയാണ് എങ്കിൽ 2500 ഗ്രാം എടുക്കുമ്പോൾ അതിൽ എത്ര യൂറിയ എക്സ് ആണ് എങ്കിൽ നമ്മൾ എക്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അല്ലേ. 15 ഇൻറ്റു 2500 ഡിവൈഡഡ് ബൈ 1015 എന്ന് കിട്ടും. അതായത് അത് സോൾവ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 37 ഗ്രാം എന്ന് കിട്ടും. 37 ഗ്രാം യൂറിയ. അപ്പോൾ 1015 ഗ്രാം സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ 15 ഗ്രാം ആണ് യൂറിയ ഉള്ളത് എങ്കിൽ 2.5 കിലോ അതായത് 2500 ഗ്രാം സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിൽ 37 ഗ്രാം യൂറിയയാണ് അതിൻ്റെ മാസ്. അതായത് കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ എന്നുള്ളത് യൂറിയയുടെ മാസ് 37 ഗ്രാം ആണ്. എന്തിനു വേണ്ടിയിട്ട്? 2.5 കിലോഗ്രാം സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യും? അവിടെ ചോദിക്കും, എക്സാമിന് ചോദിക്കും. അപ്പോഴത്തേക്ക് അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് A molality, B molarity and C mole fraction of potassium iodide, Ki ആണ് potassium iodide, if the density of 20% mass by mass aqueous potassium iodide in 1.2 is 1.202 gram per milliliter. ഇതിനകത്ത് 20% ആണ് മാസ് ബൈ മാസ് എന്നുള്ളത് തന്നിട്ടുണ്ട്, മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത്
ഡെൻസിറ്റിയുമാണ് തന്നിരിക്കുന്നത് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് 3 കാര്യങ്ങളാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്: മൊളാലിറ്റി, മൊളാരിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. ഇതിൽ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം ഞാൻ മൊളാലിറ്റി എടുത്തു. മൊളാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണ്? മൊളാലിറ്റി ഈസ് ഈക്വൽ ടു നമ്മൾ ഇത് പറഞ്ഞാൽ ചെയ്തതാണ്, മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം അല്ലേ. 1 കിലോയിൽ വാട്ടറിൻ്റെ മാസ് എത്രയാണെന്നുള്ളത് അല്ലേ. ഇതിന് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് എങ്ങനെ കണ്ടുപിടിക്കും? മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ്. പൊട്ടാസ്യം അയോഡൈഡിൻ്റെ മാസ് എത്രയാണ്? മാസ് 20 ആണ്. എങ്ങനെ മനസ്സിലായി? 20%. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടിട്ടാണ് അത്. 20% എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര എടുക്കാം? 20 ആയിട്ട് എടുക്കാം അല്ലേ. സോ മാസ് 20 ഡിവൈഡഡ് ബൈ മോളാർ മാസ് 166 ആണ്. അതെങ്ങനെ കിട്ടി? മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പൊട്ടാസ്യം അയോഡൈഡിൻ്റെ അറ്റോമിക് മാസുകൾ ആഡ് ചെയ്തു. പൊട്ടാസ്യം 39 ആണ്, അയോഡിൻ 127 ആണ്. അത് ആഡ് ചെയ്യുമ്പോൾ 166 കിട്ടും. അത് നമ്മൾ മോളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 20 ഡിവൈഡഡ് ബൈ 166 എത്ര കിട്ടും? 0.120 എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ വാട്ടറിൻ്റെ മാസ് കിലോഗ്രാമിൽ കണ്ടുപിടിക്കണം. വാട്ടറിൻ്റെ മാസ് എങ്ങനെയാണ്? മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 20 പൊട്ടാസ്യം അയോഡൈഡ് ആണെങ്കിൽ 100ൽ ബാക്കി 80 ആരായിരിക്കും? വാട്ടർ ആയിരിക്കും അല്ലേ. അപ്പോൾ 80 ഗ്രാമാണ്. 100 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 80, സിമിലർ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ 80 ഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? 80യെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.08 കിലോഗ്രാം എന്ന് കിട്ടും. സോ നമ്പർ ഓഫ് മോൾസ് കിട്ടി, അതുപോലെ തന്നെ മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാമും കിട്ടി അല്ലേ. അത് നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് വാട്ടർ ഇൻ കിലോഗ്രാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 1.5 മോളാൽ. സ്മോൾ ലെറ്റർ എം അല്ലേ മൊളാലിറ്റിയുടെ യൂണിറ്റ് എന്താണ്? എം. സ്മോൾ ലെറ്റർ എം, മോളാൽ എന്ന് കിട്ടും. ഇതാണ് ഫസ്റ്റ് പാർട്ട്, മൊളാലിറ്റി കണ്ടുപിടിക്കാനുള്ള പാർട്ട്. സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ട് മൊളാരിറ്റി ആണ് അല്ലേ. മൊളാരിറ്റി കണ്ടുപിടിക്കണം. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. മറ്റേത് അങ്ങനെയല്ല, മാസ് ഇൻ കിലോഗ്രാം ആയിരുന്നു. ഇവിടെ എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ ആണ്. സെയിം മെത്തേഡ് നമുക്ക് ഫോളോ ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക. നേരത്തെ കണ്ടുപിടിച്ചു നമ്മൾ, 20 ഡിവൈഡ് ബൈ 160 നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി വേണ്ടത് വോളിയമാണ്. പക്ഷെ വോളിയവുമായി ബന്ധപ്പെട്ട ഒന്നും മുകളിലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. മുകളിലെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് എന്താണ്? ഡെൻസിറ്റി മാത്രമാണ് അല്ലേ. ഡെൻസിറ്റിയും വോളിയവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്, +1 പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ നിന്ന് എങ്ങനെ വോളിയം കണ്ടുപിടിക്കും? വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി എന്ന് പറയാൻ നമുക്ക് അല്ലേ. വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ വോളിയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. മാസ് എത്രയാണ്? 100 ഗ്രാം ആണല്ലോ. 100 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി എത്രയാണ്? 1.202 എന്ന് എഴുതാനായിട്ട് പറ്റും അല്ലേ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 83 മില്ലി ലിറ്റർ എന്ന് കിട്ടും. 83 മില്ലി ലിറ്റർ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 0.083 ലിറ്റർ എന്ന് കിട്ടും. നമുക്ക് ലിറ്ററിലാണ് കിട്ടേണ്ടത്. ഇക്വേഷനകത്ത് അറിയാം വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നാണ്. അത് ലിറ്ററിനകത്തേക്ക് മാറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്പർ ഓഫ് മോൾസും കിട്ടി മുകളിൽ 0.120 എന്നുള്ളതും, വോളിയവും കിട്ടി 0.083 ലിറ്റർ എന്നുള്ളതും. അത് രണ്ടും നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മോൾസ് 0.120 ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ 0.083 ലിറ്റർ. അപ്പോൾ എന്ത് ചെയ്യും? അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 1.44 മോളാർ. ക്യാപിറ്റൽ എം ആണ് ഇവിടെ. മൊളാരിറ്റിയുടെ ക്യാപിറ്റൽ എം ആണ്. സോ ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ സെക്കൻഡ് പാർട്ട്, മൊളാരിറ്റി. മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി മൂന്നാമത്തെ പാർട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫ്രാക്ഷനാണ് ഉള്ളതെന്ന് നോക്കണം. ബൈനറി സൊല്യൂഷനാണ്. പൊട്ടാസ്യം അയോഡൈഡും ഉണ്ട്, വാട്ടറും ഉണ്ട് അല്ലേ. എങ്ങനെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ചെയ്താണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓൾ ദി കമ്പോണൻസ്. ഏതൊക്കെയാണ്? പൊട്ടാസ്യം അയോഡൈഡും വാട്ടറും. നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയോഡൈഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം. പൊട്ടാസ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണല്ലേ. മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് 20 ഡിവൈഡഡ് ബൈ 166 എത്ര കിട്ടും? 0.120 എന്ന് കിട്ടും. നമ്മൾ ചെയ്താണ് നേരത്തെ. അതുപോലെ തന്നെ നമുക്ക് വാട്ടറിൻ്റെയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലേ. മാസ് ഓഫ് സബ്സ്റ്റൻസ് എത്രയാണ്? 80 ആണ്. ഡിവൈഡഡ് ബൈ 18. ഈ 18 നിന്ന് കിട്ടി 18. വാട്ടറിൻ്റെ മോളാർ മാസാണ്.
അതെത്ര കിട്ടും? 4.44 എന്ന് കിട്ടും. അപ്പോൾ 2 നമ്പർ ഓഫ് മോൾസും കിട്ടി. നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയഡൈഡും കിട്ടി, നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറും കിട്ടി. അത് നമ്മൾ ഇടതുവശത്ത് കാണുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് പൊട്ടാസ്യം അയഡൈഡ് 0.120 ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് താഴത്ത് ഡിനോമിനേറ്ററിൻ്റെ അവിടെ പൊട്ടാസ്യം അയഡൈഡിൻ്റെയും വാട്ടറിൻ്റെയും നമ്പർ ഓഫ് മോൾസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 0.0263 എന്ന് കിട്ടും. 0.0263. ഇവിടെ ശ്രദ്ധിക്കേണ്ട, ഇവിടെ യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? മോൾ ഫ്രാക്ഷനാണ്. മോൾ ഫ്രാക്ഷൻ എന്തില്ല? യൂണിറ്റ് ഇല്ല. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഡേറ്റയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? 3 കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് കഴിയും. മൊളാലിറ്റി, മൊളാരിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും ഞാൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് സമയം എടുക്കുമല്ലോ. നിങ്ങൾ സ്വയം വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? എന്നോട് ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം? നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഈ ചാപ്റ്റർ കഴിയുന്നതിന് മുമ്പ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായിട്ട് തറവായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വേറൊരു ടോപ്പിക്കാണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയും കുറേ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഈ രസതന്ത്രം, നമ്മുടെ ക്യാപ്ഷൻ തന്നെ രസതന്ത്രം രസകരമാക്കാമെന്നാണ്. അപ്പോൾ അത് രസകരമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇൻട്രസ്റ്റ് അങ്ങോട്ട് പഠിച്ചാൽ മാത്രമേ അത് രസകരമാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈസിയാണ്. ഇനിയും സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിൻ്റെ ഉത്തരങ്ങൾ നൽകാനായിട്ട് ശ്രമിക്കാം. ബാക്കിയുള്ള ടോപ്പിക്കുകളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഒരിക്കൽ കൂടി പറയുവാനുള്ളത്, ഈ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് ഇൻഫോം ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഈ രസതന്ത്രത്തിൻ്റെ രസകരമായ കാഴ്ചകൾ എത്തേണ്ടതുണ്ട്. എല്ലാവരും കെമിസ്ട്രി രസകരമായി ആസ്വദിച്ച് പഠിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഈ എപ്പിസോഡോട് വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.